രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ കോട്ടയം ചെറുവള്ളിയിലെ ജഡ്ജിയമ്മാവൻ കോവിലിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുക. ജഡ്ജിയമ്മാവൻ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കും എന്നാണ് വിശ്വാസം. ലിറ്റിഗേഷനൊക്കെ അവിടെ അവസാനിപ്പിക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഇങ്ങനൊരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് പുതിയൊരു അറിവാണ്, പറയും. ജഡ്ജിയമ്മൻ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ കോടതി വ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുന്ന ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ചെറുവള്ളി ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോവിൽ എന്നാണ് നമുക്ക് പറയാറുള്ളത്. ചെറുവള്ളി ദേവീക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോവിലാണ്. അവിടെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ കോവിൽ, ജഡ്ജിയമ്മൻ കോവിൽ തുറക്കുന്നത്. അപ്പോൾ അവിടെ എത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ഈ ചടങ്ങ് കഴിയാത്തത് കൊണ്ട് അവിടെ കാത്തിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം കാത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേസിൽ പെട്ടുകിടന്ന ദിലീപ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടി എത്തിയിരിക്കുന്നു. രാവിലെ നമ്മൾ കണ്ടതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുന്ന അതിനുശേഷം ഒരു സ്കൂട്ടറിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. എന്തായാലും ശബരിമലയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പോയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജഡ്ജിയമ്മൻ കോവിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥിക്കാനുള്ളതൊക്കെ ഇക്കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളെല്ലാം പുറത്ത് കാത്തു നിൽക്കുന്നുമുണ്ട്. എന്തായാലും പുറത്തിറങ്ങിയ രാഹുൽ എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. നിലവിൽ ഈ കേസുകളെല്ലാം വന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ, ഈ കോവിലിലേക്ക് രാഹുൽ എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.